നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ അനാലിസിസിലെ തിയറം 2.8 ആണ്. എവറി ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് എ ഈസ് കൗണ്ടബിൾ. ഒരു കൗണ്ടബിൾ സെറ്റ് എ ഉണ്ടെങ്കിൽ അതിനൊരു സബ്സെറ്റ് ഉണ്ടായിരിക്കും. ആ സബ്സെറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആയിരിക്കും. ആ ഇൻഫൈനൈറ്റ് സബ്സെറ്റും എന്തായിരിക്കും എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ ഒരു കൗണ്ടബിൾ സെറ്റിന് അതിനുള്ളിലെ എലമെൻസിനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് എ ഉണ്ടല്ലോ, അതാണ് നമ്മൾ എഴുതുന്നത്. എ എന്ന് പറയുന്നൊരു കൗണ്ടബിൾ സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഇ. ദെൻ ഇ ഈസ് ഇൻഫൈനൈറ്റ് നമ്മൾ സപ്പോസ് ചെയ്തു, നമ്മളത് വിചാരിക്കുന്നു. നമുക്കിനി തെളിയിക്കേണ്ടത് എന്താണ്? ഇ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഗിവൺ കണ്ടീഷൻ എന്താ? ഈ കൗണ്ടബിൾ സെറ്റ് എ എന്ന് പറയുന്നൊരു സെറ്റ് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് ഗിവൺ കണ്ടീഷനാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എലമെൻസിനെ നമുക്കൊരു സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റിന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള എലമെൻസിന് നമുക്കൊരു എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എക്സ് എൻ ആയിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എയിലത്തെ എലമെൻസിനെ X1, X2, X3 എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊരു സീക്വൻസ് ആയിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എക്ക് ഇതുപോലെ എയിലെ എലമെൻസിൻ്റെ സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇയിലും ഇതുപോലെ എയിലത്തെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനും എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം? ഒരു സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇയിലെ എലമെൻസും സീക്വൻസിലാണ് കിടക്കുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യണം. അതാണ് സീക്വൻസ് എൻ കെ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എനിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം. താഴെ പറയുന്ന രീതിയിലാണത് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് N1 ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XN1 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഉണ്ടാവും? ഇ എന്ന് പറയുന്ന സെറ്റിൽ കിടക്കുന്നുണ്ടായിരിക്കും. സെയിം കണ്ടീഷനിൽ തന്നെ പറയുകയാണ്, എൻ കെ എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ NK-1 ആണെന്നുണ്ടെങ്കിൽ NK ഇസ് എ സ്മോളസ്റ്റ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ NK-1 ആണെന്നുണ്ടെങ്കിൽ ഈ XNK എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ കിടക്കുന്നുണ്ടായിരിക്കും? ഇയിൽ കിടക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പോകുമ്പോൾ XN1 ഇയിലായിരിക്കും, XN2 ഇയിലായിരിക്കും, XN3 ബിലോങ്സ് ടു ഇയിലായിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇയിലെ എലമെൻസുകളും ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ് ഈസ് എ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇയിലുള്ള ഈ എലമെൻറ്റിനെ XNK എന്ന് പറയുന്നൊരു എലമെൻറ്റിനെ ഒരു സീക്വൻസ് ആണല്ലോ. അപ്പോൾ ഈ സീക്വൻസിനെ എനിക്കൊരു ഫംഗ്ഷനായിട്ട് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ F(k) = XNK എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഒബ്റ്റെയിൻ എ 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇ ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു സെറ്റും സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സും തമ്മിൽ എന്തുണ്ടായാൽ മതി? ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെന്ന് പറയാം? ആ സെറ്റ് കൗണ്ടബിൾ ആണെന്ന് പറയാം. പിന്നെ ഒരു ഫംഗ്ഷൻ ഇവിടെ കിട്ടും ചെയ്തു, ഇതെല്ലാം സീക്വൻസ് ഓർഡറിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇയും ജെയും തമ്മിലൊരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്നും ഇ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.